ഹായ് ഫ്രണ്ട്സ്, കിസാൻ വാണിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പള്ളാത്തുരുത്തിയിൽ കാട് കയ്യാർ പാടശേഖരത്താണ്. അതായത് വിതച്ചിട്ട് ഏതാണ്ട് 110 ദിവസമായ ഉമവിത്തിന്റെ കൃഷിയാണ് ഈ കാണുന്നത്. സാധാരണ ഉമവിത്ത് വിതച്ചു കഴിഞ്ഞാൽ 120 ദിവസം കൊണ്ട് വിളവ് കൊയ്യാവുന്നതാണ്. പക്ഷേ ഈ വർഷം അത് 120 ദിവസം കൊണ്ട് സാധിക്കില്ല. ഒരു 10 ദിവസം കൂടി കൂടുതൽ എടുക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ടാണ് ആ കാലതാമസം വന്നിട്ടുള്ളത്. ഇത് 1000 പറ നിലമാണ്. നല്ല സമൃദ്ധമായ വിളവായിട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. നെൽ കൃഷി പൊതുവെ കാണാൻ നല്ല ഭംഗിയായിട്ടാണ്, നല്ല ധാരാളം നെല്ലും കാണുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലെന്നുള്ളതാണ് നമ്മൾക്ക് തോന്നുന്നത്. അതിൻ്റെ പച്ച കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരു 20 ദിവസം കൂടി കഴിയുമ്പോഴത്തേന് ശരിക്കുള്ള നെല്ലിൻ്റെ വിളവ് 20 ദിവസം കൊണ്ടാകും. അപ്പോൾ ഒരു ഗോൾഡൻ കളർ വരും. അപ്പോൾ ആ സമയത്താണ് കൃഷി വരുന്നത്. ഇതിനുള്ളിൽ മഴ പെയ്യാൻ പാടില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ നെല്ലെല്ലാം കൂടി മറിഞ്ഞ് ഒടിഞ്ഞ് താഴെ വീഴും. അപ്പോൾ അങ്ങനെ വരുമ്പം മെതിയന്ത്രം കയറ്റാനായിട്ടുള്ള, കൊയ്ത്തന്ത്രവും കയറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് കർഷകർക്ക് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. കുട്ടനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും സാധാരണക്കാരായ കർഷകരാണ്. പിന്നെ സാധാരണക്കാരായ കർഷകർ പാട്ടത്തിനെടുത്തും ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ലോൺ എടുത്തും സ്വർണം പണയം വെച്ചും അങ്ങനെ ഉള്ള പല രീതിയിലുള്ള സാമ്പത്തികം സ്വരൂപിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഒരു വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അത് പലരും ഇങ്ങനെ കൂടുതൽ ഏക്കർ കണക്കിന് പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ യഥാസമയം വിളവ് കിട്ടാതെ വരികയും വില കിട്ടാതെ വരികയും സർക്കാരിൽ നിന്ന് പൈസ ചിലപ്പോൾ താമസിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ പലരും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ പലത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കെല്ലാവർക്കും അങ്ങനെ ഒരു ഗതി അവർ വരാതിരിക്കട്ടെ എന്നാണ് നമുക്ക് ആശിക്കാം. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയത്ത് കൃഷി ഇറക്കാൻ സാധിക്കത്തില്ല. അതിന് പല പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ കൃത്യമായിട്ട് വെള്ളം കയറ്റാൻ സാധിക്കത്തില്ല, വെള്ളം ഇറക്കാൻ പറ്റില്ല, കളകൾ ഏർപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാങ്കേതിക തടസ്സങ്ങൾ എന്തൊക്കെ വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് പല രീതിയിലുള്ള 10 20 ദിവസങ്ങൾക്കോ 30 ഒക്കെ ദിവസങ്ങളിൽ ഇങ്ങനെ വ്യത്യാസപ്പെട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞ തുലാമാസത്തിലോട് അടുക്കും തോറും നമുക്ക് കൃഷി കൂടുതൽ ദുഷ്കരമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മഴ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൊയ്യാനുള്ള ബുദ്ധിമുട്ട് അത് വരും. പിന്നെ അവർക്ക് ലേബർ ചാർജ് കൂടും. അപ്പോൾ അങ്ങനെ കൊയ്യുന്ന വിത്ത് യഥാസമയത്ത് വിൽക്കാൻ സാധിക്കാതെ വരും. പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വിത്ത് പാടത്ത് തന്നെ കിടന്ന് കിളിർക്കുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് നെല്ലെടുത്ത സർക്കാർ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള പൈസ ചില സമയങ്ങളിൽ കിട്ടാറില്ല. ഇപ്പോൾ ഒരുപാട് കുടിശ്ശികയുണ്ടെന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പം കർഷകർക്ക് തുടർന്ന് കൃഷി ചെയ്യാനുള്ള താല്പര്യം കുറയുകയും അപ്പോൾ മറ്റ് പല മേഖലകളിലേക്ക് മാറാനുള്ള ഒരു താല്പര്യം കാണിക്കും. പൊതുവെ ഇപ്പോൾ കൃഷി ചെയ്യുന്നവർ നിലമുള്ളവർ കൂടുതലും ആൾക്കാർ പാട്ടത്തിന് കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു അവസ്ഥ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്ത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുക എന്നുള്ളത്, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളും ഒക്കെ കൃത്യസമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ കിട്ടാനുള്ള ആനുകൂല്യങ്ങളും എല്ലാം അവർക്ക് കാലാവസ്ഥയും അനുകൂലമായിട്ട് കിട്ടിയാലൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം അവർക്ക് വേണ്ട വിധത്തിൽ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ ഈ 1000 പറ നില എന്തായാലും നല്ല സമൃദ്ധമായിട്ടാണ് വിളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെല്ലും എല്ലാം കൃത്യസമയത്ത് തന്നെ അവർ വിൽക്കാനും കൂടുതൽ വില കിട്ടാനും
കാലാവസ്ഥ അനുകൂലമായി ആകാനും ഒക്കെ നമുക്ക് ആശിക്കാം. സുഹൃത്തുക്കളെ, മറ്റ് പുതിയ പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ, താങ്ക് യു.